ഈ വീണ വിജയനെതിരെയാണ് ഈ അന്വേഷണം എന്ന് കരുതി കൈയടിച്ച് കൊടുത്തവരൊക്കെ ഒന്നുകൂടി ഒന്ന് നിവർന്നിരുന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം SFIO അന്വേഷിക്കുകയാണ് എങ്കിൽ ഈ 6 അംഗ സംഘം അന്വേഷിക്കുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായും CMRലുമായി ബന്ധപ്പെട്ട മുഴുവൻ ക്രമക്കേടും ഈ വിഷയം വന്ന അന്നു മുതൽ ചർച്ചയിൽ ഞാൻ ആവർത്തിച്ച് ഉറപ്പിച്ച് പറഞ്ഞ ഒരു കാര്യം, വീണ വിജയൻ്റെ ഇത് എന്ന് പറയുന്നത് ഒരു ഇനി അഥവാ അത് സ്ഥാപിക്കപ്പെട്ടാൽ തന്നെ ഒരു കോൺട്രാക്ച്വൽ വയലേഷൻ മാത്രമാണ്. വീണ വിജയനെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ച്വൽ വയലേഷനെ കുറിച്ച് മാത്രമാണ് വീണ വിജയനോട് ചോദ്യങ്ങൾ ചോദിക്കാനാവുക. അതേസമയം രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, പോലീസുകാർ, അമ്പലങ്ങൾ ഇവർക്കൊക്കെ തന്നെയും കണക്കിൽപ്പെടാത്ത പണം നൽകിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും അപ്പോൾ വീണ വിജയനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ദിരാഭവനിലേക്കും ലീഗ് ഹൗസിലേക്കും മാധ്യമപ്രവർത്തകരുടെ ഓഫീസുകളിലേക്കും ഉദ്യോഗസ്ഥരുടെ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഒക്കെ തന്നെയും SFILന് പോണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഇന്നിപ്പോൾ KSIDC ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 50 കമ്പനികളിൽ ഞങ്ങൾക്ക് നോമിനികളുണ്ട്, അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങളിൽ അന്വേഷണം നടത്തുന്നത് എന്തിനാണെന്നുള്ളൊരു സ്വാഭാവിക ചോദ്യമാണ് അവർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. കോടതി നിങ്ങൾക്ക് എന്താ ഭയമുണ്ടോ എന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനോട് ചോദിക്കുകയും ചെയ്തു. സ്വാഭാവികമാണെന്നുള്ളതാണ്. ഏതായാലും നോക്കൂ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ, മുസ്ലിം ലീഗ് നേതാക്കളുടെ കാര്യത്തിനകത്ത് അന്വേഷണം വരികയാണ് എങ്കിൽ അതൊരു ലോങ് പ്രോസസ്സായി മാറും. ലോങ് പ്രോസസ്സായി മാറുന്നത് എങ്ങനെയാണ്? ഇത് കേന്ദ്ര സർക്കാരിനാണ് ഇവർ റിപ്പോർട്ട് കൊടുക്കേണ്ടത്, ഏതെങ്കിലും കോടതികൾക്കല്ല റിപ്പോർട്ട് കൊടുക്കേണ്ടത്. കേന്ദ്ര സർക്കാരിന് പിന്നീട് ഈ പറയുന്ന നേതാക്കൾക്കെതിരെ, രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഇതൊരു വലിയ വജ്രായുധമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് വീണ വിജയനെതിരായിട്ടാണ് ഈ പറയുന്ന SFIL എന്ന് പറയുന്ന ഏജൻസി അന്വേഷണം നടത്തുന്നത് എന്ന് പറഞ്ഞിരുന്നവർ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കുന്നു. വീണ വിജയൻ്റെ കാര്യത്തിലകത്ത് തുടർച്ചയായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഇൻവോയ്സ് കൊടുത്ത് സർവീസ് ഉണ്ടായി, ആ ഇൻവോയ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ബില്ല് ക്രിയേറ്റ് ചെയ്ത്, ആ ബില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് പേയ്മെൻറ്റ്. അതിന് IGSTയും GSTയും TDSും അടച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ട്രാൻസാക്ഷൻ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇല്ലീഗൽ ആക്ട് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നു. ഇനി CMRലും അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റി പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി പറയുകയാണെങ്കിൽ തന്നെ അതൊരു കോൺട്രാക്ച്വൽ വയലേഷൻ മാത്രമാണ്. Meet the editors.